ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ അമേരിക്കയിലെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഫ്ലൈറ്റൊക്കെ കയറി ഇന്നത്തെ ദിവസം ഇവിടെ തീരും. പക്ഷേ നമുക്കുള്ള കാഴ്ചകളൊക്കെ ഈ ഒരു സമയത്തോടുകൂടി തീരുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇന്നലെ കണ്ടിരിക്കുന്ന നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. അപ്പോൾ അതൊന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു ബസ്സിൽ ക്രോസ് ചെയ്ത് പോകാന്നുള്ള അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഇത് കാഴ്ച കണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര ക്ലിയർ അല്ല. ഈ ഒരു കേബിൾ കാർ തിരിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ ആണിത്. അപ്പോൾ ഇത് അവർ തിരിച്ചങ്ങ് പോയിക്കോളും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത്, നമ്മൾ ഈ കേബിൾ കാർ പോയ റൂട്ടിൽ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മൾ ബസ്സാണ് പിടിക്കുന്നത് കേട്ടോ. ആ ബസ് കേബിൾ കാർ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബസ് നമുക്ക് മാറണം. അതിന് പകരം നമുക്ക് ഇവിടുന്ന് ബസ്സിലങ്ങ് പോകാമല്ലോ. അതാണ് പരിപാടി. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കാണുന്ന സീനാട്ടോ. അവിടെ കണ്ടില്ലേ ഒരാൾ ഇരിക്കുന്നത്. ഇതാണ്, ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ 100 നിൽക്കാൻ പറ്റില്ല. ഈ ഒരു കോലത്തിലാണ് എല്ലാവരും ഉണ്ടാവുക. അല്ലെങ്കിൽ വീൽ ചെയറിൽ എന്തെങ്കിലും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു വീൽ ചെയറിൽ ഒരാൾക്കാണ്. അയാൾ സ്ഥിതി തന്നെ, പക്ഷേ അതിലേക്ക് പോകുന്നവരയാൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നാലെ ചെന്നിട്ട് കാശൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ. ഇതൊന്നും ഒരു വളരെ നിസ്സാരം. ഇതിലൊക്കെ വലുത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ നേരെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. വലിയൊരാളൊന്നും ഇല്ല കേട്ടോ ബസ്സിൽ, കുറഞ്ഞ ആളുകളൊക്കെ ഉള്ളൂ. നമ്മളിവിടുത്തെ സങ്കല്പിച്ച് നോക്കുമ്പോൾ തൂങ്ങിപ്പിടിച്ചൊക്കെ പോകുന്നതല്ലേ, അതൊന്നുമില്ല. അപ്പം നമ്മളെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 10-12 മൈല് നമുക്ക് ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെയാണ് അവിടെ ചെറിയ ടൗണുണ്ട്. ആ ടൗൺ കൂടി കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരും. അപ്പോൾ യാത്രയിലാണ്. ഇത് കണ്ടില്ലേ, ഓരോരോ ഗല്ലികൾ കണ്ടില്ലേ, ഇതേമാതിരി വൈക്ക് നമുക്ക് ഇങ്ങനെ വീടുകളും അതിന് 2 സൈഡിൽ കൂടി ആയിട്ട് വഴികളും കാണാം കേട്ടോ. ഒരു ട്രാഫിക്കിന് ഒരു പ്രശ്നമില്ല. എല്ലാ ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റുകളുണ്ട്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന തന്നെ ലൈറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രിഡ്ജിൻ്റെ ഏകദേശം മുൻപായിട്ട് വരുന്ന ഒരു അണ്ടർപാസ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കുള്ള എൻട്രിയാണ്. ശരിക്കും ഈ ഒരു അണ്ടർപാസ് 6 വരി പാത കേട്ടോ. 6 അല്ല 8 വരി പാതയാണിത്. അങ്ങനെ നമ്മളിപ്പോൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ എൻട്രിയിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജ് കയറും. അതിൻ്റെ മുന്നിലുള്ള ആ ഒരു വ്യൂ ആണ്, അതിമനോഹരമായൊരു വ്യൂ ആണ്. അടിപൊളി. അപ്പോൾ എല്ലാ പില്ലറുകളും നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ മ്യൂട്ടാക്കിയിട്ടിട്ടാണ് കേട്ടോ. പുള്ളിന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒന്ന് മുന്നേ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ പാലൊന്ന് ക്രോസ് ചെയ്യാന്നുള്ളത്. ഒരു ബസ്സിലിരുന്ന് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഒത്തിരി ഉണ്ട്. 1.25-2.25 കിലോമീറ്റർ നമുക്കതിൽ യാത്ര ചെയ്യണ്ടേ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കതിൽ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ ആ ആഗ്രഹവും കഴിഞ്ഞു. അപ്പോൾ പാലൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു മലമ്പ്രദേശത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലയുടെ ഒരു താഴ്വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പസഫിക് ഓഷ്യൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ സിറ്റി ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഈ പായക്കപ്പൽ കാണാം. ഫിഷിംഗ് ആണ് ഈ ഒരു ഏരിയയിലെയും പ്രധാന വരുമാന മാർഗ്ഗം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഏരിയയിലൊന്ന് കറങ്ങാം. ഇത് ബീച്ച് സൈഡിലുള്ള ഒരു പാർക്കാണ് കേട്ടോ. നല്ല വലിയ മരങ്ങളുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഒരു പാർക്കുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം ഫിഷിങ്ങിനുള്ള ഒരുപാട് ബോട്ടുകൾ കാണാം. നിറയെ ബോട്ടുകളാണ് കാണുന്നത് കേട്ടോ അവിടെ. അതിൻ്റെ നേരെ അപ്പുറമുള്ള മലേൻ്റെ മുകളിൽ മൊത്തം ബിൽഡിങ്ങുകൾ കാണാം. റെസിഡൻഷ്യൽ ഏരിയയാണ്. അവിടേക്കൊക്കെ വാഹന സൗകര്യങ്ങളുണ്ട്. സൗസാലിറ്റോ എന്നാണ് കേട്ടോ ഈ ടൗണിൻ്റെ പേര്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകൾ, ഹോട്ടലുകൾ, അടിപൊളി ഒരു ടൗണാണ് കേട്ടോ ഇത്. ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകൾ, നല്ല മനോഹരമായ വീടുകളുള്ള ഒത്തിരി വീടുകൾ ഇവിടെ കാണാം നമുക്ക്. ഒരു മലേൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പായിട്ട് കാണും. എന്ത് മനോഹരമാണെന്നറിയോ. ഫുഡ് കഴിക്കാനൊന്നും സമയമായില്ല. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക ഐറ്റം, നമ്മളെ പഴംപൊരി പോലെയുള്ള ഒരു സാധനം കണ്ടിട്ട് അതൊരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. $21-25. വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇതാണ് കേട്ടോ സാധനം. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിക്കൻ പൊരിയാണ്. പഴംപൊരി മാറി ചിക്കൻ പൊരിച്ച് വിത്തൗട്ട് ബോൺ.
അടിപൊളി സാധനം. എന്തായാലും ആ വിലക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോസേജ് സാധനങ്ങളൊക്കെ അതുണ്ട്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാശിനുള്ള മുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമുക്കിപ്പോൾ കാണാനുള്ള ഈ സോസാലിറ്റോ സിറ്റി തന്നെയുള്ളൂ കേട്ടോ. മനോഹരമായ സിറ്റികളാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിങ്ങനെ ഇത്രയും വൃത്തിയിൽ ഇത് കൊണ്ടെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുക. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ആ മനോഹാരിത നിലനിർത്തി എന്നുള്ളതാണ്. ഒരു വൃത്തികേടോ ഒരു പ്ലാസ്റ്റിക് കവറോ ഒരു പേപ്പർ തുണ്ടോ ഒന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ സിറ്റി ഇതേപോലെ ആക്കാൻ പറ്റും. നമ്മൾ കൂടി ആദ്യം മനസ്സ് വെക്കണം. ഇപ്പോൾ വലിയൊരു സിറ്റി ഏരിയയിൽ കൂടി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിലുള്ള പെട്രോളിൻ്റെ വിലയാട്ടോ ഇപ്പോൾ കാണുന്നത്. പെട്രോളാണോ ഇതിന് പറയാമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ഡോളറുകളൊക്കെയാണ് ഇതിൻ്റെ വില. അങ്ങനെ ഇതാ ബീച്ച് വോളിബോൾ കളിക്കുന്ന ഒരു പറ്റം യുവാക്കൾ നമുക്കിവിടെ കാണാം. അങ്ങനെ സോസാലിറ്റോ ടൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിട്ടോ. നമുക്കിനിപ്പോൾ എയർപോർട്ടിലേക്ക് പോകണം. നമ്മളിപ്പോൾ റൂമിൽ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ലഗേജൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പോയിട്ട് അത് എടുക്കണം, എന്നിട്ട് എയർപോർട്ടിലേക്ക് പോകണം. ബാക്കി എയർപോർട്ടിലുള്ള പ്രൊസീജിയറൊക്കെ അത് നടക്കണം. അപ്പോൾ രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് പോകണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു എന്തായാലും. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് ഇറങ്ങി. ഇനി ഹോസ്റ്റലിൽ നിന്ന് ബാഗ് എടുക്കുക, പോവുക. ഇവിടെ കണ്ടില്ല ഐക്കയുടെ ഒരു ഷോറൂം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് സാംട്രാൻസ് ബസ്സിൽ ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. SFO എയർപോർട്ട്, സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതിലുള്ള ഡൊമസ്റ്റിക് ടെർമിനലിലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി പോകേണ്ടത് ചാർലോട്ട് എയർപോർട്ട്. CLT എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. പെട്ടെന്ന് കണ്ട കാലിക്കറ്റ് നമ്മൾ ഓർത്തു. അങ്ങനെ ചാർലോട്ടിൽ ഇറങ്ങി അവിടെ കുറേ ലേ ഓവർ ഉണ്ട്. അപ്പോൾ അമേരിക്കൻ നമ്മളെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് യാത്രകളാണുള്ളത്. ചാർലോട്ടിൽ ചെറിയൊരു ലേ ഓവറേ ഉള്ളൂ. അവിടുന്ന് ടാമ്പയ്ക്ക് പോകണം. നമ്മൾ ഇറങ്ങിയ സ്ഥലമായിരുന്നു ടാമ്പെ. അമേരിക്കയിലെ ഒരു എൻഡിലാണ് ടാമ്പെ കിടക്കുന്നത്. അവിടെ നിന്നാണ് നമുക്കിനി UK ഫ്ലൈറ്റ്, UK ടു അബുദാബി. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഉള്ളിൽ കയറി. ഉള്ളിൽ ഇവിടെ നമ്മൾ ഗേറ്റ് B23 ആണ്. ഇവിടെ ഇപ്പം B35 ആ ലെവലിലെത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നടക്കണം അങ്ങോട്ട്. നല്ല മനോഹരമായി ഇൻറ്റീരിയർ ചെയ്തൊരു സ്ഥലം. അങ്ങനെ നമ്മളിപ്പോൾ നമ്മളുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം. ബോർഡിംഗ് ഒക്കെ കറക്റ്റ് സമയത്തിന് തുടങ്ങി. നമുക്ക് പോകേണ്ടത് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ്. അപ്പം സാൻ ഫ്രാൻസിസ്കോയുടെ അവസാന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആകാശ ദൃശ്യം. രാത്രി ആയതുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അടുക്കി പെറുക്കി വെച്ച മാതിരി നല്ല വൃത്തിയിലിട്ടോ. ഇപ്പം നമ്മളൊരു ചെറിയ മയക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം കണ്ണിറക്കുമ്പോൾ നമ്മൾ എത്തുന്നത് ചാർലോട്ട് എയർപോർട്ടിലാട്ടോ. അതിൻ്റെ ആകാശ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ലാൻഡിങ്ങിൻ്റെ ടൈമായി. നല്ല മനോഹരമായ ഒരു എയർപോർട്ട് കിട്ടും. അതിനുള്ളിൽ കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈബാണ്. നല്ല വലിയ ആ ഒരു ഏരിയയിൽ നല്ല വലിയ മരങ്ങളൊക്കെ അവിടെ പൂത്ത് നിൽക്കുന്നത് കാണാം. നല്ല വൃത്തിയുള്ള നല്ലൊരു എയർപോർട്ട്. ഇവിടെ ഒരു 3 മണിക്കൂർ നേരം ലെയറേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ടെർമിനൽ മാറലും അങ്ങനെ എല്ലാം കൂടി വരുമ്പം അതൊരു വലിയൊരു സമയമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ട ഫ്ലൈറ്റാണ് വെർജിൻ ഫ്ലൈറ്റ്. അങ്ങനെ ചാർലോട്ട് എയർപോർട്ടിൽ നേരം പരവരെ വെളുത്തിട്ടു. നമുക്ക് ഇവിടുന്ന് 8:26 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇവിടെ എത്തിയത് ഇതും തമ്മിൽ നോക്കുമ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രിയും തീരെ ഉറങ്ങാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയത് മാത്രം. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് ടാമ്പയിലേക്കാണ്. ടാമ്പയിലാണ് ലേ ഓവർ. ഒരുപാട് സമയമുണ്ട്. ചാർലോട്ടിൽ ഫ്ലൈറ്റ് ഓൺ ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും പാർത്തുന്നില്ല, എന്ന് ചെറുങ്ങനെ മയങ്ങട്ടെ. അങ്ങനെ അമേരിക്കയിൽ നമ്മൾ കാല് കുത്തിയ ടാമ്പ എയർപോർട്ടിൽ തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടു. ഇനി ഇവിടുന്നാണ് നമുക്ക് ഇൻ്റർനാഷണൽ ടെർമിനൽ, ഇനി ഇവിടുന്നാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ അവിടെ ടെർമിനലിലേക്ക് നടക്കുകയാണ്. ഇവിടുന്ന് ലണ്ടൻ വഴി നമ്മൾ അബുദാബിയിലെത്തും. അപ്പോൾ അബുദാബിയിൽ 2 ദിവസം, അബുദാബി ദുബായ് എല്ലാം 2-3 ദിവസം കറങ്ങി നേരെ നാട്ടിലേക്ക് തിരിച്ചു വരും. ടാമ്പയിൽ നമ്മളെ ലേ ഓവർ 8 മണിക്കൂറാണ് കേട്ടോ. ഇവിടെ ഒന്നും ഈ ഏരിയയിലൊന്നും ആരുമില്ല. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലാണുള്ളത്. ബോർഡിംഗ് പാസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയും നല്ലൊരു സ്ഥലം എവിടെയെങ്കിലും ഒന്ന് നോക്കി വെക്കണം. ഒന്ന് മയങ്ങണം. അവിടെ എവിടെയും കിടന്ന് നിലത്താണേലും വേണ്ടില്ല, അത്രയും ടയേർഡാണ്. നന്നായി ഒന്ന് ഉറങ്ങിയിട്ടു. അപ്പോൾ നമുക്ക് ഏകദേശം പോകാനുള്ള സമയമുണ്ട്. നമ്മളെ ഫ്ലൈറ്റാണിത്. സാധനമൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് ബോർഡിങ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ബോർഡിങ്ങിൽ നമ്മൾ ഇനിയിപ്പോൾ ഉള്ളോട്ടാണ്. നല്ല വലിയ ഫ്ലൈറ്റാണ്. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. ഒരു
ഈ വേ ബ്രിഡ്ജിൽ കൂടി നമുക്ക് കുറച്ചധികം പോകാനുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ബാക്കിലേക്കുള്ള സീറ്റാണ് നമ്മളിത്. ഭയങ്കര ഒരു കളർഫുൾ ഫ്ലൈറ്റ് ഇൻസൈഡ് കേട്ടോ. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ ഈ 2 സീറ്റ്, സെൻറ്ററിൽ 4 വരുന്നത്, അങ്ങനെ ഒത്തിരി ഉണ്ട്. എത്രയാണ് ലെങ്ത് ഒന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ നമ്മൾ സീറ്റ് കിട്ടി, നമ്മളവിടെ ഇരുന്ന് നല്ലൊരു ഫ്ലൈറ്റ്, നല്ല സുഖമുണ്ട്, നല്ല കാലൊക്കെ നീട്ടി വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. എയർപോർട്ടിൻ്റെ ചെറിയൊരു വേലിക്കപ്പുറം പബ്ലിക് റോഡാണ് കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ ഇവിടുത്തെ സെക്യൂരിറ്റി ഉള്ളൂ. അങ്ങനെ മേഘപാളികൾക്കിടയിലൂടെ നമ്മുടെ ഫ്ലൈറ്റ് കുതിച്ച് പായാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ഹീത്രൂ എയർപോർട്ട്, ലണ്ടൻ. അങ്ങനെ ഫ്ലൈറ്റൊക്കെ നല്ല ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലൊക്കെ എത്തി. അപ്പോൾ നമ്മളൊരു 21st സെഞ്ച്വറിയുടെ ഒരു ഫിലിം, ഹിന്ദി ഫിലിമൊക്കെ നമുക്കിതിൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊരു ഫാൻറ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമൊക്കെ എടുത്ത് നമ്മളത് കാണാൻ പോകുന്ന സമയത്തേക്കാണ് നമുക്ക് ഡിന്നറുമായിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത്. ചിക്കൻ മീലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ചിക്കനൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരു വെജ് മീൽ കിട്ടി, പിന്നെ അതിൻ്റെ കൂടെ ഡെസേർട്ടായിട്ട് ഐസ്ക്രീം, അങ്ങനെയുള്ള കുറേ സാധനമുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു ഡിന്നർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് ഡിന്നറിൻ്റെ കൂടെ അല്പം ഹോട്ടൊക്കെ ആവശ്യപ്പെട്ട് അത് കിട്ടും കേട്ടോ. ബീർ കിട്ടും, മറ്റ് കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഏതാണ് ആവശ്യം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂട്ട്. ഫുഡൊക്കെ നമ്മൾ കഴിച്ച്, നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാ ടാമ്പേന്ന്, TP എന്ന് പറഞ്ഞാൽ നമ്മളെ ടാമ്പയാണ്. ടാമ്പേന്ന് തുടങ്ങി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കുണ്ട് ബർമുഡ ട്രയാങ്കിൾ. അത് അവിടെ ക്രോസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കരയിൽ കൂടി തന്നെ വന്നിട്ട് ഇപ്പോൾ ഇതാ ബർമുഡ ട്രയാങ്കിൾ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാം യുണൈറ്റഡ് കിങ്ഡം. അവിടേക്കാണ് നമ്മൾ യാത്ര കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ UK എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് ഇതാ അവിടെ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി സമയം നമുക്ക് ലേ ഓവർ. അങ്ങനെ കിട്ടുള്ളൂ ഫ്ലൈറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റ് ഏകദേശം അതേ ഒരു ടൈം, ആ ഒരു ലെവലിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഹീത്രോ എയർപോർട്ടിൽ നമ്മൾ വെൽക്കം ചെയ്തിട്ട് ഇതാ ഒരാൾ സല്യൂട്ടൊക്കെ അടിച്ച് നിൽക്കുന്നത് കാണാം. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കാര്യമായിട്ട് ഇനി ഇവിടുന്ന് ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇതാണ് കാര്യമായിട്ടുള്ള ചെക്കിങ്. അമേരിക്കയിൽ നിന്നൊന്നും നമുക്കൊരു ചെക്കിങ്ങും ഇല്ല. അതാണ് അതിൻ്റെ രസം. കാരണം നമ്മളെ വേറെ എവിടെന്നെങ്കിലും അവർ നിരീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഈസിയാണ്. മറ്റ് എയർപോർട്ടിൽ അപേക്ഷിച്ച് നോക്കുമ്പം അമേരിക്കൻ എയർപോർട്ടിലുള്ള യാത്രകളൊക്കെ വളരെ ഈസിയാണ്. ഇവിടുന്ന് ഇനി നമുക്ക് പോകേണ്ടത് അബുദാബിയിലേക്കാണ്. അപ്പോൾ ചെറിയൊരു സമയം ഇവിടെ ലേ ഓവർ ഉണ്ട്. ഒരു 13 മണിക്കൂർ, ഒരു അര ദിവസം ഇവിടെ നമ്മളിങ്ങനെ കാത്തു കെട്ടി കിടക്കണം. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ നിന്ന് നമുക്ക് ടെർമിനൽ മാറണം കേട്ടോ. നമുക്ക് പോകേണ്ടത് 4th ടെർമിനലിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ബസ്സുണ്ട്, ബസ് സർവീസിലാണ്. അപ്പോൾ ഇപ്പോൾ ബസ്സിലുള്ളത് ഇപ്പോൾ നമ്മളൊരു VIP ട്രീറ്റായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി റൺവേ കൂടിയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ് കേട്ടോ. നല്ല ബസ്, ഒരുപാട് തിരക്കൊന്നുമില്ല. അതിന് 2-3 സ്ഥലത്തേക്കുള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കഴിയുമെന്ന് കരുതിയ കാര്യം, പുറത്തിറങ്ങി റോട്ടിലിറങ്ങിയിട്ട് കുറേ നേരം പോകാണ്ട് കേട്ടോ. നമുക്ക് അടിപൊളി യാത്ര. ഇപ്പോൾ ഹീത്രോ എയർപോർട്ടിലെ ലോഞ്ചാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ നമുക്കൊരു 13 മണിക്കൂർ ലേ ഓവർ ഉണ്ടല്ലോ. പക്ഷേ നേരത്തെ അല്ലേ, ഒരു 3 മണിക്കൂർ മുന്നേ ഈ എയർപോർട്ട് ഇതിൽ കയറ്റുള്ളൂ ലോഞ്ചിൽ. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഫുഡ് ഉണ്ട്, ബീവറേജസ് ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. നല്ലൊരു ലോഞ്ച്. ഹീത്രോ എയർപോർട്ടിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ബോർഡിങ് തുടങ്ങി നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സെൽഫി എടുക്കുമ്പോൾ ബാക്കിൽ നിന്നൊരു ഇംഗ്ലീഷുകാർ തംസപ്പൊക്കെ കാണിക്കുന്നത് കാണാം. നമുക്ക് ഇങ്ങനെയുള്ളൊരു മാപ്പ് ഇതിൽ മോണിറ്ററിൽ കിട്ടും. അപ്പോൾ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം. ഇതിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പോകാനുണ്ട്, ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലണ്ടനിൽ തുടങ്ങി മ്യൂണിച്ച്, ബെൽഗ്രേഡ്, ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഇരത്തൂടി പോയിട്ട് നമ്മൾ ബാക്കു അവിടെ കാണാം, അമ്മനത കാണാം, റിയാദ് കാണാം. റിയാദിൻ്റെ തൊട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. മറ്റൊക്കെ കുറച്ച് അകന്നാണ് കാണുന്നത്. റിയാദിൽ നിന്ന് പോയിട്ട് അബുദാബിയിലെത്തും. അതാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് ഓരോ സമയത്തും അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെ എത്തിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ ഫ്ലൈറ്റിലെ സുന്ദരികൾ ഇതാ നമുക്ക് ഭക്ഷണം വിളമ്പുന്ന സമയം കേട്ടോ. ഇതും ഇപ്പോൾ ഡിന്നറാണ് കിട്ടുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഡിന്നർ ഉണ്ട് തോന്നുന്നു. നോക്കട്ടെ. അത്യാവശ്യം വിശപ്പടങ്ങാനുള്ള ഭക്ഷണം ഉണ്ട് കേട്ടോ. കൂടെ കോഫിയോ ഇനി അതല്ല ഹോട്ടോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. ബാക്കി ഫുൾ ഡീറ്റെയിൽ ഇതിൽ കിട്ടും. എസ്റ്റിമേറ്റഡ് ടൈം അറൈവൽ പറയുന്നത് 7:46 ഇപ്പോൾ അബുദാബിയിലെ സമയം ഇപ്പോൾ എത്രയാണ്, ഇപ്പോൾ എത്ര ഹൈറ്റിലാണ് പോകുന്നത്, എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ മോണിറ്ററിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൺ അറൈവൽ വിസ എടുക്കണം. എന്നിട്ട് 2 ദിവസം നമ്മൾ അബുദാബി, ദുബായ് ഒക്കെ ആയിട്ടൊന്ന് കറങ്ങി എന്നിട്ടാണ് നാട്ടിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US വിസ ഉണ്ടെങ്കിൽ UAEയിലേക്ക് ഓൺ അറൈവൽ വിസയാണ്.
അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾക്കൊരു 100 ദിർഹംസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ സാധാരണഗതിയിൽ 6000-7000 ഒക്കെ UAE വിസയ്ക്ക് ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് US വിസ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൂടി ഒരു സൗകര്യമുണ്ട്. ഈ US വിസ ഉണ്ടെങ്കിൽ ഒത്തിരി കൺട്രിയിലേക്ക് ഇങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റിലാണ് UAEയിൽ ഇത് പരീക്ഷിക്കുന്നത്. നമുക്കൊരു ടൂറിസ്റ്റ് സിമ്മ് വേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിസലാറ്റ് പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് നടന്നില്ല. നമ്മൾ എന്നിട്ട് ഓൺലൈൻ ഒന്ന് ഈ സിമ്മ് ബുക്ക് ചെയ്തു. അബുദാബി എയർപോർട്ടിൻ്റെ ഇൻസൈഡ് ഞാൻ US പോകുമ്പോൾ ഇവിടെ ലെയറുള്ള സമയത്ത് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ ഭാഗമാണ് ഇത്. ഇതൊരു പുതിയ എയർപോർട്ടാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് വളരെ ഭംഗിയുള്ളൊരു എയർപോർട്ട്. അപ്പോൾ ഇനി നമുക്കൊരു ടാക്സി വേണം. ഒരു ഉബർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ടാക്സി കേട്ടോ. ബസ്സിനാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇതാണ് കേട്ടോ ദുബായിലെ നമ്മളെ ഹോട്ടൽ, ഫോർച്യൂൺ ഗ്രാൻഡ് ഹോട്ടൽ. ഇത് നൈഫ് ജംഗ്ഷനിലാണ് ഇതുള്ളത്. നല്ലൊരു ഹോട്ടൽ, നല്ല വൃത്തിയുണ്ട്, നല്ല വലിയ ഒരു ബെഡ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് യാത്രകൾ ഞാൻ ഒരുപാട് ഓടിച്ച് തീർത്തതാണ്. ഇത് യാത്രകളായിട്ട് ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് റൂം കാണലും നമുക്ക് ഉറങ്ങലുമാണ് പരിപാടി കേട്ടോ ഇന്നത്തെ. നമ്മളെ ഹോട്ടൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആട്ടോ ഇത്. ഇവിടെ നല്ലൊരു പാർക്കുണ്ട്. ഈ നൈഫ് ജംഗ്ഷനിൽ നെസ്റ്റോൻ്റെ ഒരു അടിപൊളി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റ്. എല്ലാ സാധനങ്ങളും A to Z, ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും ഇതെല്ലാം കിട്ടുന്നൊരു ഷോപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റൈൽ ഐറ്റംസ്, റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന വലിയ ഗ്രാൻഡായിട്ട് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഈ നൈഫ് ജംഗ്ഷനിലാണ്. ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, ഡേ ടു ഡേ. അന്നൊന്നും ഈ കുറച്ചായി, 2-3 വർഷമായി. പിന്നെ ഉണ്ടായിരുന്ന അവരോട് കോമ്പീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ലുലു ആയിരുന്നു. അപ്പോൾ ലുലുവിനോടും ഡേ ടു ഡേനോടും കോമ്പീറ്റ് ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി, ഒരു പക്ഷേ അതിൽ കൂടുതൽ ഉള്ള ഒരു ഷോറൂമാണിത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ലീവിൽ വരുന്നതോ ടൂർ പോയിട്ട് വരുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങാൻ ഞാൻ അന്ന് പരിചയപ്പെടുത്തിയ ഡേ ടു ഡേ ആയിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി. അന്ന് അതില്ലാത്തല്ല, അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ അതിലൊരു പടി മുന്നിലായിട്ടാണ് ഇപ്പോൾ നെസ്റ്റോ ഉള്ളത്. ദുബായിൽ അങ്ങനെ 2 ദിവസം നമ്മളിത് പാട്ടും പാടി അങ്ങ് പോയിട്ടോ. പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ, ഒരു സൈറ്റ് സീനൊന്നും നമ്മൾ പോയില്ല. കാരണം ഏകദേശം ആ ഒരു എക്സ്പോ ടൈമിൽ നമ്മളിത് മൊത്തമായിട്ട് പകർത്തിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്നത് അബുദാബിയിലേക്കാണ്. ഇന്ന് അബുദാബിയിലാണ് ആൾട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് കാണാം, ഇതൊരു ദുബായിയുടെ ഒരു പ്രത്യേക അട്രാക്ഷനാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമും ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അബുദാബി. ദുബായിലെ ചില റോഡുകൾ ഇതേമാതിരി കളറടിച്ചേ കാണാം കേട്ടോ. ഇത് അതിനെ സൂചിപ്പിക്കുന്നത് വാഹനങ്ങളുടെ സ്പീഡിനെയാണ്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എത്ര സ്പീഡിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മളിപ്പോൾ ഓടിയിട്ടോ. ഇനി ഒരു കുറഞ്ഞ ദൂരം കൂടിയേ ഉള്ളൂ നമുക്ക് അബുദാബിയിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഒരു സിഗ്നലിൽ ഇത് നമ്മൾ കാണുന്ന ഒരു മലയാളത്തിൽ പരസ്യം ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്, ഒരു നോൺ വെജ് റെസ്റ്റോറൻ്റ് ആണത്. ദുബായിയുടെ ആകാശത്തെ നോക്കിയാൽ എപ്പോഴും നമുക്ക് ഫ്ലൈറ്റുകൾ കാണാൻ പറ്റും കേട്ടോ. ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഫ്ലൈറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇതാണ് നമ്മളെ ഹോട്ടൽ റമദ, അബുദാബിയിലുള്ള റമദയാണത്. അപ്പോൾ ഇന്നൊരു ഡേയും നാളെ കാലത്ത് നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് അലോട്ട് ചെയ്ത റൂം, 513 നമ്പർ, 5ാം നിലയിൽ. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം വാട്ടർ ബോട്ടിൽ കാണാം, പിന്നെ കോഫിക്കുള്ള സാധനങ്ങളുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് 2 ബെഡുകളുണ്ട്. അതൊരു സൗകര്യമാണ് എന്തായാലും. പിന്നെ പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉള്ളൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ ഒരു ബാറാണ് കരോക്കെ കേട്ടോ. അതിൻ്റെ പരസ്യമാണ് TV ഓൺ ചെയ്തപ്പം തന്നെ നമുക്ക് വരുന്നത്. പിന്നെ ഇതാ ഒരു നല്ലൊരു സെറ്റ്, ടേപ്പോയൊക്കെ അവിടെ കാണാം, ടേബിൾ ലാമ്പ്, ഇൻ്റർകോം, ഫോണ്, അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു റൂം കേട്ടോ റമദ. ടോയ്ലറ്റിൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഷാമ്പൂ, കണ്ടീഷണറൊക്കെ വെച്ചിട്ടുണ്ട്, ടവലുണ്ട്, സെപ്പറേറ്റ് ചെയ്തൊരു ബാത്ത് ഏരിയ ഉണ്ട്. ഇതൊക്കെയാണ് സൂപ്പർ. അബുദാബിയിൽ നമ്മളെ ഫസ്റ്റ് നൈറ്റ് ആട്ടോ ഇത്. ഇതിന് മുമ്പ് നമ്മൾ ദുബായിൽ കുറേ നിന്നെങ്കിലും അബുദാബിയിൽ ആദ്യത്താണ്. അവിടുത്തെ ഒരു രാത്രി ദൃശ്യമാണിത്. അങ്ങനെ നേരെ പുലർന്ന് നമ്മളിതാ ഒരു മലയാളി ഹോട്ടൽ നമ്മളെല്ലാ കേരള ഫുഡും കിട്ടും. പുട്ടും കടലക്കറിയാണ് വിപിൻ കഴിക്കുന്നത്. ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം ഇതുണ്ടല്ലോ, ഒരു മസാല ദോശ. ഈ റംദ ഹോട്ടലിൽ ഒരു 100 മീറ്റർ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച ഹോട്ടൽ. ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലാണ് ഉള്ളത്, അബുദാബി എയർപോർട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കാലിക്കറ്റ്, അബുദാബി ടു കാലിക്കറ്റാണ് ഫ്ലൈറ്റ്.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുപാട് ഓടിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി സീനുകളൊക്കെ കയറ്റാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം നമ്മൾ ദുബായിയൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. പിന്നെ എൻ്റെ യാത്രകളാണ്, ഒരു ദിവസം തന്നെ 4 ഫ്ലൈറ്റിൽ നമ്മളിപ്പോൾ കയറി. അപ്പോൾ അതൊക്കെ കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ അതൊരു ബോറടി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 4-5 ദിവസത്തെ ഒരു ഗ്യാപ്പ്. അപ്പം ഈ വീഡിയോ US സീരീസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ബായ്.